നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദില്ലിയിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്നു വന്ന സമരം, ആ സമരം അക്രമാസക്തമായതും ദില്ലിയിൽ അവർ കാട്ടിയ പേക്കൂത്തുകളുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത് അക്രമം നടത്തിയവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുകൊടുത്തിരിക്കുന്നു. കേസുകൾ പിൻവലിക്കുന്നതിൽ വലിയ ആശങ്കയാണ് പൊതുസമൂഹം ഇപ്പോൾ നേരിടുന്നത്. അതായത് ക്രിമിനൽ കേസുകളാണ് പലതും. പോലീസുകാരെ ആക്രമിച്ചു, ആയുധം കൊണ്ട് ആക്രമിക്കുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്നു, പോലീസുകാരുടെ വാഹനങ്ങൾ നശിപ്പിക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ, ഗുണ്ടകളടക്കം അല്ലെങ്കിൽ UAPA കേസടക്കം ചുമത്തിയ പല ആളുകളും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന വിവരം ഇൻ്റലിജൻസിൻ്റെ പക്കലുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയൊക്കെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ അത് അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ പല നിയമവിദഗ്ധരും ഈ കേസുകൾ പിൻവലിക്കുന്നതിന് എതിരാണ്. കോടതിയിലൂടെ മാത്രമേ ഈ കേസുകൾ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കേസുകൾ പിൻവലിച്ചില്ല എങ്കിൽ വീണ്ടും സമരത്തിനെത്തുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാരവാഹികൾ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേസുകൾ പിൻവലിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കേസുകൾ പിൻവലിക്കുക? ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ പേരിൽ നടത്തിയ അക്രമം, ആ അക്രമത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ ഭാരതത്തിൻ്റെ നിയമ സംവിധാനത്തിന് സാധിക്കുമോ? ഇതെല്ലാം വലിയ ആശങ്കയോടുകൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു വരികയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കേസുകൾ പിൻവലിക്കണം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ വെറുതെ കേസുകൾ എടുക്കാൻ പാടില്ല, പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള കേസുകൾ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയും ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ഈ പറയുന്ന സമരത്തിലേക്ക് നുഴഞ്ഞു കയറി ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളെയും വെറുതെ വിടാൻ കഴിയുമോ? ഇല്ല എന്ന് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെ സമരക്കാർക്ക് അനുകൂലമായ ചില നടപടികളാണ് സുപ്രീം കോടതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ് ഈ ഹർജി വന്നത്. അതായത് കഴിഞ്ഞ ജൂലൈ 20-ാം തീയതി CJP പാർലമെൻറ്റിലേക്ക് നടത്തിയ മാർച്ച്, ആ മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് നടപടി വേണ്ടി വന്നു. ആ പോലീസ് നടപടിക്കെതിരെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. സുപ്രീം കോടതി ഇതിനകത്ത് വാദം കേട്ട ശേഷം ചില നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. അതായത് എല്ലാ സംസ്ഥാനങ്ങളും, അതായത് ഇത്തരത്തിലുള്ള CJPയുടെ മാത്രമല്ല, നീറ്റ് വിരുദ്ധ അല്ലെങ്കിൽ നീറ്റിനെതിരെ സമരം നടത്തിയ ദില്ലി, മധ്യപ്രദേശ്, ബീഹാർ, അതുപോലെ തന്നെ അസം, കേരള എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഈ പ്രക്ഷോഭകരെ അടിച്ചമർത്തിയിട്ടുണ്ട്, പ്രക്ഷോഭകർക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത കേസുകളിൽ മൈനറായിട്ടുള്ള 18 വയസ്സ് തികയാത്ത ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടെങ്കിൽ അവരെ ഉടൻ വിട്ടയക്കണം എന്നാണ് സുപ്രീം കോടതി ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുള്ളത്, ഈ കേസുകളിൽ ഉൾപ്പെട്ടവരെയും ഇപ്പോൾ മോചിതരാക്കണം, പക്ഷേ അവർക്കെതിരായിട്ടുള്ള അന്വേഷണം തുടരാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെ ദില്ലി, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ബീഹാർ, അസം, കേരള എന്നീ സംസ്ഥാനങ്ങൾക്കെല്ലാം ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് സുപ്രീം കോടതി. ആ നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെയാണ്: 18 വയസ്സിന് താഴെയുള്ള കസ്റ്റഡിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയെല്ലാം വിട്ടയക്കണം. മാത്രമല്ല ജാമ്യത്തിൽ വിടാൻ കഴിയുന്നവരെ വിട്ടയക്കണം, അന്വേഷണം തുടരാം. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ, CCTV ഫൂട്ടേജ് അടക്കമുള്ള തെളിവുകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കണം എന്നുമാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഹർജിക്കാർ ഈ ഹർജി അവരുടെ വാദവുമായി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വന്നിരുന്നതാണ്. ആ ഹർജി നൽകിയ ഉടൻ തന്നെ അത് അടിയന്തരമായി വാദം കേൾക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സുപ്രീം കോടതി അത് നിരസിക്കുകയാണ് ഉണ്ടായത്. തങ്ങളുടെ സമയം കളയരുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുണ്ട് എന്ന് ഹർജിക്കാരൻ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ആ ദൃശ്യങ്ങൾ കാണാൻ താല്പര്യമില്ല, കേസ് പരിഗണിക്കും, ഹർജി പരിഗണിക്കുന്ന മുറയിൽ തന്നെ പരിഗണിക്കും എന്നാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അടിയന്തരമായി പരിഗണിക്കില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അതിനുശേഷം ആ ഹർജിയുടെ സമയമായപ്പോൾ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുന്നു. എന്നാൽ ഇന്നിപ്പോൾ പ്രക്ഷോഭകർക്ക് ഏതാണ്ട് അനുകൂലമായ ഒരു വിധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർക്കെതിരെയും പ്രതികാര മനോഭാവത്തോടു കൂടി കേസെടുക്കാൻ പാടില്ല. മാത്രമല്ല കേസുകൾ പിൻവലിക്കുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. മൈനറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ വിട്ടയക്കണം, മറ്റുള്ളവരെയും ജാമ്യം കൊടുക്കാൻ സാധിക്കുന്നവർക്ക് ജാമ്യം കൊടുക്കണം, അന്വേഷണം തുടരാം. ഈ അന്വേഷണത്തിനായി ഒരു സ്വതന്ത്ര ഏജൻസിയെ നിയോഗിക്കണം, ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്നാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചു.
അറിയിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ഏത് തരത്തിലുള്ള സ്വതന്ത്ര അന്വേഷണമാണ് വേണ്ടത്, സ്വതന്ത്ര അന്വേഷണ സമിതിയെ സുപ്രീം കോടതി തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം ചില തീരുമാനങ്ങളിലേക്ക് നാളെ കടക്കും. പക്ഷേ ഇപ്പോൾ എന്തായാലും സമരക്കാർക്ക് ഏതാണ്ട് അനുകൂലമായ ഒരു വിധി തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഈ പറയുന്ന കേസുകളെല്ലാം എഴുതിത്തള്ളുന്നു എന്ന രീതിയിലേക്കൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അന്വേഷണം പൂർണ്ണമായും തുടരാം, ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെ വിട്ടയക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വൻതോതിലുള്ള അക്രമം നടന്നു എന്നാണ് ഹർജിക്കാർ കോടതിയെ ബോധിപ്പിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഹർജിക്കാർ നൽകിയിരുന്നു. അതായത് ഈ സമരം അടിച്ചമർത്താനായി വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതച്ചു, പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ച സാഹചര്യമുണ്ടായി. മാത്രമല്ല ലാത്തിയിൽ ആണി തറച്ച ലാത്തി കൊണ്ട് ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. പെൺകുട്ടികളെ പോലും അല്ലെങ്കിൽ വനിതകളെ പോലും മർദ്ദിക്കുന്ന സാഹചര്യം, വനിതാ പോലീസ് മാത്രമല്ല പുരുഷ പോലീസ് അടക്കം വനിതകളെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട് എന്നതടക്കമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയെ ഹർജിക്കാർ ബോധിപ്പിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരും ചില കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ചില തെളിവുകൾ കൂടി ഈ അക്രമവുമായി ബന്ധപ്പെട്ട മറ്റു ചില തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കാനുണ്ട് എന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് മറ്റ് വാദങ്ങൾ നാളത്തേക്ക് മാറ്റിവച്ചിരിക്കുകയാണ്. സർക്കാരും അതുപോലെ തന്നെ ഈ സമരക്കാരും ഒരുപോലെ തന്നെ അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. അതേസമയം ഏതു തരത്തിലുള്ള സ്വതന്ത്ര അന്വേഷണത്തിനും തയ്യാറാണ് എന്ന് സർക്കാർ കോടതിയിൽ നിലപാടെടുത്തു. ഇതിനെ തുടർന്നാണ് നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. നാളെ സർക്കാരിനുള്ള അന്തിമ നിർദ്ദേശം സുപ്രീം കോടതി നൽകുമായിരിക്കും. എന്താണ് അന്തിമ വിധി എന്നുള്ള കാര്യം സുപ്രീം കോടതി നൽകുമായിരിക്കും. പക്ഷേ കേസുകൾ പിൻവലിക്കണമെന്നൊരു വിഭാഗവും കേസുകൾ അങ്ങനെ പിൻവലിക്കരുത് എന്ന് മറ്റൊരു വിഭാഗവും രണ്ടഭിപ്രായം രാജ്യത്തുണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാരിനെ ഏറെക്കുറെ സഹായിക്കുന്ന ഒരു തീരുമാനമാണ്, ഒരു ഇടപെടലാണ് സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇനി സുപ്രീം കോടതി വിധിയുടെ പേരിൽ ആർക്കും സമരത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായ ഇടപെടലുകളാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. പോലീസ് അതിക്രമത്തെ, വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തെ ഒരിക്കലും സുപ്രീം കോടതി പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് പോലീസിൻ്റെ കുടുംബാംഗങ്ങളുടെ വാദമുഖങ്ങൾ കൂടി സുപ്രീം കോടതി കേട്ടുവെന്നാണ്. പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബാംഗങ്ങൾ കൂടി ഈ ഒരു ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു. അതായത് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. കണ്ണിനേറുകൊണ്ട പോലീസുകാരുണ്ട്, തലയ്ക്കടിയേറ്റ പോലീസുകാരുണ്ട്, ഗർഭിണിയായ പോലീസുകാരികൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അങ്ങനെ നിരവധി ആക്രമണങ്ങൾ പോലീസുകാർക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ പോലീസുകാരുടെ കുടുംബങ്ങളുടെ ആവലാതി കൂടി ഇന്ന് സുപ്രീം കോടതി കേട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.